ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ് ചൂസ് എഡ്യൂട്ടിപ്സ് 2.0. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ് ചൂസ് എഡ്യൂട്ടിപ്സ് 2.0യിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യൽ ആണ്. അതായത് ന്യൂ SCRT ബേസ്ഡ് ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ 5th സ്റ്റാൻഡേർഡിൻ്റെ SCRT പുസ്തകം അനുസരിച്ചുള്ള ക്ലാസ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ക്ലാസ് മതി എന്നൊക്കെ കുറേ പേര് ഒപ്പീനിയൻ പറഞ്ഞു. സോ അതുകൊണ്ട് ഞാൻ ഇന്നും ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ക്ലാസ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇപ്പോൾ SCRTയുടെ 7th സ്റ്റാൻഡേർഡ് മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ മെയിൻലി പറയുന്നത് നമ്മുടെ മുഗൾസിനെ കുറിച്ചും അതുപോലെ തന്നെ വിജയനഗര സാമ്രാജ്യം അല്ലെങ്കിൽ വിജയനഗര എംപയറിനെ കുറിച്ചുമാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അപ്പം ഇത് SCRTയിൽ ഉള്ളത് കൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് നടക്കാൻ പോകുന്ന ടീച്ചിങ് എക്സാമുകൾ, അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസ്, +2 ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസ്, ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നിങ്ങനെയുള്ള എക്സാമിനേഷനൊക്കെ ചോദിക്കാം. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 10th ലെവൽ മെയിൻസ് എക്സാമിനേഷൻ ഇപ്പം സ്റ്റോർ കീപ്പർ, ലബോറട്ടറി അറ്റൻഡർ എന്നിങ്ങനെയുള്ള എക്സാംസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അതിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ വരാൻ കിടക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം ആവട്ടെ, അതുപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആയിക്കൊള്ളട്ടെ, ദെൻ എക്സൈസ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ, പോലീസ്, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിങ്ങനെയുള്ള വിവിധ തരത്തിൽ വരാൻ കിടക്കുന്ന എക്സാംസിനൊക്കെ SCRT ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ തീർച്ചയായും അവർക്ക് ഇവിടുന്ന് ചോദ്യം ചോദിക്കാം. കാരണം ഞാനിത് നോക്കി, ഒരുപാട് PSC ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ മധ്യകാല ഇന്ത്യ എന്നുള്ളത്. വ്യക്തമായിട്ട് നമുക്ക് PSC മധ്യകാല ഇന്ത്യ എന്ന് എടുത്ത് സിലബസിൽ തന്നിട്ടില്ല എങ്കിൽ കൂടിയും നമുക്ക് ഇന്ത്യ ചരിത്രം പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പം ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ മുഗൾസ് അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ മുഗളന്മാരെ പറ്റി ഓരോരുത്തരെയും പറ്റിയൊന്നും വ്യക്തമായിട്ട് സിലബസിൽ തന്നിട്ടില്ല എങ്കിൽ കൂടിയും SCRTയിൽ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ നമ്മൾക്ക് ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടിയേക്കാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഈ ഒരു പുസ്തകം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പുസ്തകം ഇല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുസ്തകം കിട്ടുമല്ലോ. SCRT 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് എന്നൊക്കെ അടിച്ചു കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുസ്തകം ഡൗൺലോഡബിൾ ആണ്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെറ്റ് ചൂസ് എഡ്യൂട്ടിപ്സിൻ്റെ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്രീ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഭാഗത്ത് ഞാൻ ഈ പുസ്തകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ പുസ്തകം എടുക്കാം. സോ നമ്മുടെ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഐഫോൺ സപ്പോർട്ടർ അല്ല കേട്ടോ. അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്ക് ലെറ്റ് ചൂസ് എഡ്യൂട്ടിപ്സിൻ്റെ ആപ്പിൽ കയറിയിട്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പുസ്തകം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ, അതായത് 7th സ്റ്റാൻഡേർഡ് SCRT 7th സ്റ്റാൻഡേർഡ് ആണ്. സോഷ്യൽ സയൻസിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ തുടങ്ങുമ്പോൾ തന്നെ നമുക്കവിടെ 2 പിക്ചറാണ് കാണാൻ പറ്റുന്നത്. ഒന്ന് ഷാജഹാന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ചെങ്കോട്ടയുടെയും മറ്റൊന്ന് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയുടെയും ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് SCRT പുസ്തകത്തിലേക്ക് കടക്കാം. അതിലുള്ള കുറച്ച് പ്രധാന കാര്യങ്ങളിലേക്ക് പോയിട്ട് വീണ്ടും ഒരു വീഡിയോ ക്ലാസ് ആയിട്ട്, വീണ്ടും ഒരു വീഡിയോ ക്ലിപ്സ് ആയിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സോ നമുക്ക് പുസ്തകം നോക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ പുസ്തകത്തിൽ ആദ്യം കാണിക്കുന്ന 2 പിക്ചർ ഉണ്ട്. ഒന്ന് ചെങ്കോട്ടയുടെയും മറ്റേത് ഏതാണ്, വിജയനഗര സാമ്രാജ്യത്തിന്റെയുമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള ഹംപിയുടെയും പിക്ചറാണ് ആദ്യം കാണിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കുക. മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയ 2 രാജ്യങ്ങളുടെ ചരിത്ര ശേഷിപ്പുകളാണിവ. സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നത് നിങ്ങൾ കണ്ടിരിക്കും. നമുക്കറിയാം ചെങ്കോട്ടയിലാണല്ലോ ഉയർത്തുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ ഭരണകാലത്ത് നിർമ്മിച്ച ചെങ്കോട്ടയാണിത്. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായി കാണുന്നത്. ഈ രാജ്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ട ഭാഗമാണ്, ശ്രദ്ധിക്കണം കേട്ടോ. മുഗൾ ഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. പഠിച്ചു വെച്ചേക്കണം, മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ബാബർ. 1857 വരെ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികളെ കുറിച്ചാണ് പറയുന്നത്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ അവരുടെ കാലഘട്ടവും കൂടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ബാബർ 1526 മുതൽ 1530 വരെയും, ഹുമയൂൺ 1530, 1540, 1555, 1556,
അക്ബർ 1556, 1605, ജഹാംഗീർ 1605, 1627, ഷാജഹാൻ 1628, 1658, ഔറംഗസേബ് 1658 മുതൽ 1707. അപ്പൊ ഇതൊരു പദസൂര്യനായിട്ടാണ് തന്നത്. ഈ പദസൂര്യനിൽ നിന്ന് പ്രധാനപ്പെട്ട മുഗൾ ചക്രവർത്തിമാരെ കുറിച്ചാണ് പറഞ്ഞത്. വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗളരുടേത്. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ അയൽ രാജ്യങ്ങളിലേക്കും ഭരണം വ്യാപിച്ചിരുന്നു. അപ്പൊ ഈ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മുഗൾ സാമ്രാജ്യം അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ ഇപ്പൊ നമ്മുടെ കേരളം ഒന്നുമില്ല, അതിന് മുകളിലേക്ക് അർക്കോട്ട് തൊട്ടാണ് കിടക്കുന്നത്, അവിടുന്ന് മുകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യമായിരുന്നു ഏത്, ഇന്ത്യയുടേത്. മുഗൾ ഭരണകാലത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഔറംഗസീബിന്റെ കാലത്ത് ഇന്ത്യയാണ് കാണിച്ചത്. മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധവും, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ PSC ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. സോ ഇത് പഠിക്കണം. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉദ്ഭവിച്ചത്. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറിന്റെയും മാതാവ് വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പൊ മുഗളന്മാരെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത് യൂറോപ്പിലാണ്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്നും അതിന്റെ വർഷവും ഓർത്തു വയ്ക്കുക. എവിടെയാണ് പാനിപ്പത്ത്? ഹരിയാനയിലാണ് പാനിപ്പത്ത്. ഈ യുദ്ധ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ചത്. അതായത് മുഗൾ ഭരണത്തിന് ഇന്ത്യയിലെ അടിത്തറയിട്ട യുദ്ധമാണ് എന്ന് പറയുന്ന ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. നമ്മളപ്പോ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. മുഗൾ എന്ന വാക്കിന്റെ ഉദ്ഭവം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ ഇപ്പോൾ ഒരു LGS പോലെയുള്ള എക്സാമിനേഷനൊക്കെ എഴുതുവാണെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ മുഗൾ എന്ന വാക്കിന്റെ ഉത്ഭവത്തെക്കുറിച്ചും മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ബാബറാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ബാബർ മുതൽ ഔറംഗസേബ് വരെയുള്ളവരുടെ കാലഘട്ടം കണ്ടു. ഞാനത് വീണ്ടും ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് ഇവരുടെ ഒരു ഭരണ കാലഘട്ടം ക്രമമനുസരിച്ച് വേണമെങ്കിൽ ചോദിച്ചാൽ നമ്മൾ അറിയണം. ആരാണ് മുഗൾ വംശത്തിന്റെ സ്ഥാപകൻ? ബാബറാണ് അല്ലെ. ബാബറിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1526 മുതൽ 1530 വരെയാണ്. അതുപോലെ ഒന്നാം പാനിപ്പത്ത് യുദ്ധവും നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടു. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്ന ഒന്നാം പാനിപ്പത്ത് യുദ്ധം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ബാബറിന്റെ കാലഘട്ടം 1526 മുതൽ 1530 വരെയാണ്. ബാബറിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ഹുമയൂണാണ് അധികാരത്തിൽ വരുന്നത്. 1530 മുതൽ 1540 വരെയും പിന്നീട് 1555 മുതൽ 56 വരെ 2 കാലഘട്ടങ്ങളിലായിട്ടാണ് ഹുമയൂൺ എന്ത് ചെയ്യുന്നത്? മുഗൾ സാമ്രാജ്യം ഭരിക്കുന്നത്. ഇതിനിടയിൽ ഷേർഷാ സൂരിയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പഴയ കഥ. അതിപ്പോൾ ഇവിടെ SCRT പറയാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. ഓക്കെ. ഇപ്പൊ ബാബറിന് ശേഷം വന്നത് ഹുമയൂൺ. ഹുമയൂണിന് ശേഷം ആരാണ്? അദ്ദേഹത്തിന്റെ പുത്രനായ അക്ബർ വരുന്നു. 1556 മുതൽ 1605 വരെ മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണാധിപനായിരുന്നു ആര്? അക്ബർ. അക്ബറിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ജഹാംഗീർ. 1605 മുതൽ 1627 വരെയാണ് ജഹാംഗീറിന്റെ കാലഘട്ടം. അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ഷാജഹാൻ. 1628 മുതൽ 1658 വരെയാണ് ഷാജഹാൻ നമ്മുടെ മുഗൾ സാമ്രാജ്യം ഭരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ഔറംഗസേബാണ് ഭരിക്കുന്നത്. 1658 മുതൽ 1707 വരെ മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നത് ആരാണ്? ഔറംഗസേബാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ PSC എക്സാമിനേഷന് ഈ ഒരു ഓർഡർ ചോദിക്കാം. ഓർഡർ എളുപ്പമാണ് പഠിക്കാൻ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പണ്ടേ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളല്ലേ, അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗത്തുനിന്ന് പഠിച്ചതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്തോണം. മുഗൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്ന് മനസ്സിലാക്കുക. ഒന്നാം പാനിപ്പത്ത് യുദ്ധം അതിൽ പറയുന്നുണ്ട്, അതൊന്ന് മനസ്സിലാക്കി പോവുക. ഈ ഒരു ഭരണ കാലഘടനാ ക്രമം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ബാക്കി SCRT ഭാഗത്തേക്ക് പോകാം. കിഴക്കിനെ വിറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു.
ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോട് പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. ജസ്യൂട്ട് പാദ്രി പിയറി ജാറിക് അക്ബർ ചക്രവർത്തിയുടെ മരണാനന്തരം 1605 എഴുതിയ അനുശോചന കുറിപ്പാണ്. ഈ അനുശോചന കുറിപ്പ് ഒരു 5-6 തവണ വായിച്ചിട്ട് ജസ്യൂട്ട് പാദ്രിയാണ് ഈ അനുശോചന കുറിപ്പ് ഏർപ്പെടുത്തിയത് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ അക്ബറിനെ കുറിച്ച് ജസ്യൂട്ട് പാദ്രിയുടെ കുറിപ്പാണ് ഇത് വരുന്നത്. ഇത് നോക്കിയേ, മുഗൾ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന അക്ബർ വിവിധ മതസ്ഥരുമായിട്ട് ചർച്ച നടത്തുന്നതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. 1575 തന്റെ പുതിയ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ അക്ബർ ഇബദത്ത് ഖാനെ പണികഴിപ്പിച്ചു. അത് പഠിച്ചു വെക്കേണ്ടതാണ്. ഇബദത്ത് ഖാന വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു. അക്ബർ പിന്തുടർന്ന മതസഹിഷ്ണുത നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണങ്ങളാണ്. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ദർശനമാണ് ദിൻ ഇലാഹി. അക്ബർ സ്ഥാപിച്ച മതം ഏതെന്ന് ചോദിച്ചാലും ദിൻ ഇലാഹിയാണ് കേട്ടോ. എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇ കുൽ എന്നതാണ് ഈ ദർശനത്തിന്റെ കാതൽ. ദിൻ ഇലാഹിയുടെ കാതലാണ് എല്ലാവർക്കും സമാധാനം അല്ലെങ്കിൽ സുൽഹ് ഇ കുൽ. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആശയം വ്യക്തമാക്കുന്നതായിരുന്നു ഇത്. അപ്പൊ ഇവിടെ ഇബദത്ത് ഖാന, ഫത്തേപൂർ സിക്രി, അതുപോലെ തന്നെ ദിൻ ഇലാഹി പഠിച്ചു വെക്കുക. ഇതിന് താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അത് ഫത്തേപൂർ സിക്രിയിലാണ് കേട്ടോ. ഇനി ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നിരുന്നു എന്നതിന് തെളിവാണ്. മുഗൾ ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു. ജസിയ പഠിച്ചു വെക്കുന്നത് നമുക്ക് ചോദിക്കാറുള്ളതാണ്. രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികളാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അക്ബറുടേതായിട്ട് മസ്റ്റായിട്ടും പഠിക്കേണ്ടതാണ്. എന്റെ അനുയായികൾ മറ്റു മതവിഭാഗങ്ങളുമായി ശത്രുതയിൽ വർദ്ധിച്ച സമയം പാഴാക്കരുത്. ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹ് ഇ കുൽ, എല്ലാവർക്കും സമാധാനം എന്ന ആശയം അനുവർത്തിക്കട്ടെ. മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളിൽ ഒഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അക്ബർ തന്റെ അനുയായികളോട് കൽപ്പിച്ചതായി മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ തന്റെ ഓർമ്മക്കുറിപ്പായ തുസുക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പൊ ഇത് ജഹാംഗീറിന്റെ വാക്കുകളാണ്. തുസുക്കി ജഹാംഗീർ എന്ന് പറയുന്ന ജഹാംഗീറിന്റെ ആത്മകഥയില് ജഹാംഗീർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. അടുത്തത് മുഗൾ സൈന്യത്തെ കുറിച്ചാണ് പറയുന്നത്. മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായ സൈന്യം ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസാബ്ദാരി. PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. മൻസാബ്ദാരി വരെ ചോദിക്കുന്നതാണ്. അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മൻസബ്ദാരി. ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥരുടെയും കീഴിൽ ഒരു സൈനിക വ്യൂഹം ഉണ്ടായിരിക്കും. ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് മൻസാബ് എന്ന പദം സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്ന പദവി സൂചിപ്പിക്കുന്നത്. നിലനിർത്തേണ്ട സൈനികരുടെ എണ്ണത്തിനനുസരിച്ചായിരുന്നു മൻസാബ്ദാരിമാരുടെ പദവി നിശ്ചയിച്ചിരുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം നൽകി സൈന്യത്തെ നിലനിർത്തുന്നതിന് പകരമാണ് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത്. മൻസാബ്ദാർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു. പ്രസ്തുത ഭൂമിയിൽ നിന്നുള്ള നികുതി പിടിച്ചെടുത്ത മൻസാബ്ദാർ തന്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഭരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രമുഖരുടെയും സൈനികരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായിരുന്നു മൻസാബ്ദാരി സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മൻസാബ്ദാരി സമ്പ്രദായം പഠിച്ചു വെച്ചേക്കണം, ആവശ്യം വരും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ജസിയ, ഇബദത്ത് ഖാന, ഫത്തേപൂർ സിക്രി, അതുപോലെ തന്നെ ദിൻ ഇലാഹി, രാജ ടോഡർമാൾ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ, ഇവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ. ഇപ്പൊ നമ്മള് വായിച്ചെടുത്ത് നമുക്ക് പഠിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതിനെ ഞാൻ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിവിടെ അക്ബർക്ക് ഒരു അനുശോചന കുറിപ്പ് ജസ്യൂട്ട് പാതിരിയായിട്ടുള്ള പിയറി ജാറിക് എഴുതിയത് കണ്ടു. അപ്പോൾ ആ ഒരു അനുശോചന കുറിപ്പ് ചിലപ്പം നമുക്ക് എന്താ പറയുന്നത്, PSC അതേപടി എടുത്തിട്ട് ഇത് ആരാണ് ഈ അനുശോചന കുറിപ്പ് എഴുതിയത് അല്ലെങ്കിൽ ഇത് ആരെക്കുറിച്ചാണ് എന്നൊക്കെ ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. അപ്പം അതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഭാഗം ഒന്ന് പഠിക്കണം. പിന്നീട് നമ്മൾ അക്ബറുടെ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായ ചില പ്രത്യേക കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലൊന്നാണ് അക്ബറിന്റെ തലസ്ഥാനം ഫത്തേപൂർ സിക്രി ആയിരുന്നെന്ന് മനസ്സിലാക്കി. ഫത്തേപൂർ സിക്രിയിൽ 1575 അദ്ദേഹം ഇബദത്ത് ഖാന നിർമ്മിച്ചത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അദ്ദേഹം ദിൻ ഇലാഹി എന്നൊരു
ദർശനം അല്ലെങ്കിൽ ഒരു മതം ആവിഷ്കരിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ദിൻ ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ എല്ലാവർക്കും മനസ്സുഖം അല്ലെങ്കിൽ സുൽഹ് ഇ കുൽ എന്നാണ് അക്ബർ അതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ജസിയ എന്ന് പറയുന്ന മത നികുതി നിർത്തലാക്കിയത് അക്ബറാണെന്ന് നമ്മളിവിടെ കണ്ടു. പിന്നെ അക്ബറുടെ സൈനിക സമ്പ്രദായ വ്യവസ്ഥ അല്ലെങ്കിൽ അക്ബറുടെ ഒരു സൈനിക സമ്പ്രദായ സിസ്റ്റം അതായിരുന്നു ഇത് മൻസാബ്ദാരി എന്നുള്ളത് മനസ്സിലാക്കി. അതുപോലെ തന്നെ രാജ ടോഡർമാള്, ബീർബല് അല്ലെ, ഇവരൊക്കെ അക്ബറുടെ സദസ്യരായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കി. അപ്പൊ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ഇബദത്ത് ഖാന ക്വസ്റ്റ്യനുള്ള വകയുണ്ട്, ഫത്തേപൂർ സിക്രി ക്വസ്റ്റ്യനുള്ള വകയുള്ളതാണ്, ദെൻ ദിൻ ഇലാഹി, ജസിയ, മൻസാഫ്ദാരി, സുൽഹി കുല്ലൊക്കെ PSCക്ക് ചോദിക്കാവുന്നതാണ്. അത് വായിച്ച സമയത്തും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഇത് എടുത്ത് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പുസ്തകം ഞാൻ പറഞ്ഞു നമ്മുടെ ആപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ പോയി പുസ്തകം ഉണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ഈ പറഞ്ഞ ഏരിയാസ് ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കണം. ഇനി നോട്ട്ബുക്കിലേക്ക് എഴുതുന്ന ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരിക്കണം. മുഗൾ ഭരണ രീതിയെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. മുഗൾ രാജ്യം സുബ, സർക്കാർ, പർഗാന, ഗ്രാമം. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം എന്നിങ്ങനെയാണ് നമ്മുടെ മുഗൾ ഭരണ രീതി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ പഠിക്കാം. മുഗൾ ഭരണത്തിൽ അക്ബറിന്റെ കാലത്താണ് ഇത്തരമൊരു ഭരണക്രമം അല്ലെങ്കിൽ ഘടന ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. രാജ്യത്തിന്റെ പരമാധികാരിയും സർവ്വ സൈന്യാധിപരും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപരും ചക്രവർത്തിയായിരുന്നു. അപ്പൊ അക്ബറിന്റെ കാലഘട്ടത്തില് രാജ്യത്തിന്റെ പരമാധികാരി, സർവ്വ സൈന്യാധിപൻ, നിയമനിർമ്മാതാവ്, അന്തിമ ന്യായാധിപനൊക്കെ ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേകതരം കോടതികൾ ഉണ്ടായിരുന്നില്ല. പകരം തദ്ദേശീയരായ മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ ഖാസിമാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഈ തീരുമാനത്തിൽ അതൃപ്തിയുള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരുമെയും നിയമിച്ചിരുന്നു. ഈ ഒരു പിക്ചർ കണ്ടോ? ഈ ഒരു പിക്ചറിനകത്ത് നമുക്കറിയാം അക്ബർ ചക്രവർത്തി ദിവാൻ ഇ ഖാസിൽ ജനങ്ങളുടെ പരാതി കേൾക്കുന്നതാണ്. അപ്പൊ ജനങ്ങളുടെ പരാതി കേൾക്കുന്ന സ്ഥലമാണ് ദിവാൻ ഇ ഖാസ്. ആ സദസ്സിൽ വെച്ചിട്ടാണ് അദ്ദേഹം പരാതി കേൾക്കുന്നവ എന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. അതുപോലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. മുഗൾ ഭരണകാലത്തെ സമൂഹത്തെ കുറിച്ച് അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ സഞ്ചാരികളും വ്യാപാരികളും അവരുടെ യാത്രാ വിവരങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. ഇത് പഠിക്കണം കേട്ടോ. മുഗളന്മാരുടെ സമയത്ത് ഫ്യൂഡൽ സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ സമൂഹം പല തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിൽ രാജാവുമായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്കിടയിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയറെ ഓർത്തു വെക്കണം, നമുക്ക് ആവശ്യം വരും. അന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ചും ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. ബാബർ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. ഈ കോട്ടൊന്ന് ശ്രദ്ധിച്ചോണം, ഇത് റാൽഫിച്ചിന്റേതാണ്. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷുകാരനായ റാൽഫിച്ച് ഇന്ത്യയിലെ 2 നഗരങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നതാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മുഗൾ ഭരണകാലത്ത് നാം എത്രത്തോളം സാമ്പത്തിക പുരോഗതി കൈവരിച്ചു എന്ന് ഈ വിവരണം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൽ തുടങ്ങിയവ അക്കാലത്തെ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളായിരുന്നു. അബുൾ ഫസൽ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, പഠിക്കണം. അബുൾ ഫസൽ തന്റെ പുസ്തകമായ ഐനി അക്ബരിയിൽ ഇന്ത്യക്കാർ വ്യത്യസ്തങ്ങളായ നെല്ലിനങ്ങൾ കൃഷി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. മുഗൾ കാലത്ത് സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി.
ജലസേചനത്തിനായി പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉൾപ്പെടുത്തിയിരുന്നു. അബുൾ ഫസൽ മുഗൾ ഭരണകാലത്തെ മുഖ്യ ചരിത്രകാരനായിരുന്നു. അബുൾ ഫസൽ പഠിച്ചു വെക്കണം. അക്ബറിന്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ഇദ്ദേഹം. ഐനി അക്ബരി, അക്ബർനാമ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടമായിരുന്നു ഗുജറാത്ത് തുണിത്തരങ്ങൾ, മസ്ലിൻ പട്ട, പഞ്ചസാര, അരി തുടങ്ങിയവയാണ് പ്രധാന കയറ്റുമതി ഇനങ്ങൾ. ജലഗതാഗതം കാര്യമായ പുരോഗതി കൈവരിച്ചു. ഇക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ധാക്ക, മൂർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര തുടങ്ങിയവ. ഇപ്പൊ മുഗൾ ഭരണകാലത്ത് കുറച്ച് നഗരങ്ങളെല്ലാം ഇന്ത്യയിലും, അതായത് അന്നത്തെ ഇന്ത്യയിലായിരുന്നു. ഇന്ന് പലതും എന്താണ്, ഇന്ത്യയിലല്ല എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ദെൻ സാംസ്കാരിക സമന്വയത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ രസ് നാമ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയാണ് കാണിക്കുന്നത്. മുഗൾ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണക്രമം, പ്രത്യേകിച്ച് അക്ബറുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണക്രമം നമ്മൾ കണ്ടല്ലേ. ഏറ്റവും മുകളിൽ സുബ, അത് കഴിഞ്ഞ് സർക്കാർ, പർഗാന ഗ്രാമം, ഏറ്റവും താഴെത്തട്ടിൽ ഗ്രാമം, പിന്നെന്താണ് പർഗാന, അതിന് മുകളിൽ സർക്കാർ, ഏറ്റവും മുകളിൽ സുബ എന്നുള്ളൊരു ഭരണക്രമം മുഗൾ ഭരണകാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് അക്ബറുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമ്മൾ ആ ഒരു പാരഗ്രാഫിലൂടെ മനസ്സിലാക്കി. പിന്നീട് നമുക്കറിയാം അക്ബറിന്റെ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്നു ആര്, ടവർണിയർ. അത് പഠിച്ചു വെക്കണം കേട്ടോ, ടവർണിയർ പഠിച്ചു വെച്ചേക്കണം. അതുപോലെ തന്നെ മുഗൾ സാമ്രാജ്യം ഈ ഒരു സമയത്ത് സന്ദർശിച്ച റാൽഫിച്ച്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ റാൽഫിച്ച് നമ്മുടെ ഇന്ത്യൻ നഗരങ്ങളായ ആഗ്രയെക്കുറിച്ചും ഫത്തേപൂർ സിക്രിയെക്കുറിച്ചും നൽകിയ വിവരണം കണ്ടു. ആ വിവരണം പഠിച്ചു വെച്ചേക്കണം. വേണമെങ്കിൽ കോട്ടെടുത്ത് അതുപോലെ ചോദിച്ചിട്ട് ഇത് ആരാ ഇങ്ങനെയൊക്കെ വിവരിച്ചെന്ന് PSCക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. പിന്നെ നമ്മൾ അബുൾ ഫസലിനെ കണ്ടല്ലേ. ഐനി അക്ബരി, അക്ബർ നാമ എന്നീ കൃതികളുടെ കർത്താവാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ അബുൾ ഫസൽ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്നുണ്ടാവണം. സുബാ സർക്കാർ, പർഗാന ഗ്രാമം ഉണ്ടാകണം, ഭരണക്രമമാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയറെ കുറിച്ച് ആ ഒരു പറയുന്നില്ലേ, ആ പാരഗ്രാഫിൽ പറയുന്നില്ലേ, അത് അതുപോലെ മനസ്സിലാക്കി എഴുതിയേക്കണം. റാൽഫിച്ച് ആഗ്ര ഫത്തേപൂർ സിക്രിയെ പറഞ്ഞ ഒപ്പീനിയൻ എഴുതണം. പിന്നെ അബുൾ ഫസലിനെ കുറിച്ച് ഐനി അക്ബരി, അക്ബർ നാമ എന്നീ കൃതികളുടെ സൃഷ്ടാവാണ് ആര്, അബുൾ ഫസൽ. ഇതൊക്കെ PSC പണ്ടുകാലത്തെ എക്സാമിനേഷൻ ഇഷ്ടംമാതിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ചോദിക്കാൻ സാധ്യത ഏറെയാണ്. സോ യു ഷുഡ് സ്റ്റഡി. രസ്നാമ എന്ന് പറയുന്ന ഒരു പുസ്തകം, അതിന്റെ പുറംചട്ടയാണ്. അപ്പൊ നിങ്ങൾക്ക് പുസ്തകം നമ്മുടെ ആപ്പിൽ കിട്ടൂട്ടോ, ഒന്ന് എടുത്താൽ മതി. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിന്റെ പുറംചട്ടയാണിത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മകനായ ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിന്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഓർത്തു വെക്കരുത്, ഈ ദാരാ ഷുക്കോയാണ് എന്ത് ചെയ്തത്, നമ്മുടെ മഹാഭാരതം രസ് നാമ എന്ന പേരില് പേർഷ്യൻ ഭാഷയിലേക്ക് മാറ്റിയത്. അപ്പൊ ഓർത്തു വെച്ചേക്ക, രസ്നാമ എന്ന് പറയുന്നത് മഹാഭാരതത്തിന്റെ എന്താണ്, പരിഭാഷയാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. അപ്പൊ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ്, ഷാജഹാന്റെ പുത്രനായ ദാരാ ഷുക്കോയാണ്. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണമാണ്. പേർഷ്യൻ ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉദ്ഭവിച്ചതും ഈ സമന്വയത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി ആദ്യം താജ്മഹലിന്റെ ചിത്രമാണ് തന്നത്. രണ്ടാമത് ഇപ്പൊ നമ്മൾ കാണുന്നത് ആഗ്ര കോട്ടയുടെ ചിത്രമാണ്. ഇപ്പൊ മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കണേ, PSC നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ആരെ എന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആരാണത്? ദാരാ ഷുക്കോയാണ് അല്ലെ. ഷാജഹാന്റെ പുത്രനായ ദാരാ ഷുക്കോയാണ് നമ്മുടെ ഇതിഹാസമായ മഹാഭാരതത്തെ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്തത്. നമ്മളത് ഇപ്പൊ ഇവിടെ SCRTയിൽ കണ്ടതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ കോർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഉറുദു എന്ന് പറയുന്ന ഭാഷയുടെ ആവിർഭാവം. ഉറുദു എന്ന് പറയുന്ന ഭാഷ
പേർഷ്യൻ ഭാഷയുടെയും ഹിന്ദി ഭാഷയുടെയും ഒരു സമ്മിശ്രമാണ്. അല്ലെങ്കിൽ ഹിന്ദി ഭാഷയും പേർഷ്യൻ ഭാഷയും കൂടി കൂടിച്ചേർന്നുണ്ടായ ഒരു പുതിയ ഭാഷയാണ് ഏത്? ഉറുദു. ഈ ഒരു ഭാഗത്ത് ഹിന്ദുസ്ഥാനിയെ കുറിച്ച് പറഞ്ഞവൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് കിടക്കുന്നത് മുഗളന്മാരെ പറ്റി തൽക്കാലം ഈ SCERT ഒന്ന് വൈൻഡപ്പ് ചെയ്ത് വെച്ചിട്ട് നേരെ പോകുന്നത് വിജയനഗര സാമ്രാജ്യത്തിലേക്കാണ്. അതിലേക്ക് നമുക്ക് നോക്കാം. ഇനി പറയുന്നത് വിജയനഗര ഭരണത്തെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഈ പുസ്തകം മുഗൾസും വിജയനഗരവുമാണ് പറയുന്നത്. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെ കുറിച്ച് നാം മനസ്സിലാക്കി. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര സാമ്രാജ്യം. വിജയനഗരം എന്നാൽ വിജയത്തിന്റെ നഗരം. ഒരേ സമയം ഒരു നഗരത്തിന്റെയും രാജ്യത്തിന്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ഒരു ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനാണ് കേണൽ മക്കൻസി. അതിലൂടെയാണ് വിജയനഗരത്തിന്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിയുന്നത്. അപ്പൊ വിജയനഗര സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒഡീഷ മുതല് ഏതാണ്ട് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ എവിടെയാ കർണാടകം അല്ലെ ആ ഭാഗമൊക്കെ വരുന്നതാണ് എന്ന് പറയുന്നത് വിജയനഗരം. അപ്പൊ നമുക്ക് പറയാം ഒഡീഷയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, കർണാടകം ഒക്കെ വരുന്ന ഭാഗമാണ് ഈ വിജയനഗരം എന്ന് പറയുന്നത്. അത് കൃഷ്ണദേവരായരുടെ കാലത്ത് വിജയനഗരമാണ്. അപ്പൊ ആ ഒരു ഭൂപട നിരീക്ഷണം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് വിജയനഗര രാജാക്കന്മാരാണ്. സംഗമ വംശം, സാലുവ വംശം, തുളുവ വംശം, അരവിട് വംശം എന്നിങ്ങനെ 4 വംശങ്ങൾ ഉണ്ടായിരുന്നു. ഹരിഹരനും ബുക്കരും സംഗമ വംശത്തിലെ രാജാക്കന്മാരായിരുന്നു. നരസിംഹ സാലുവ വംശത്തിലെ രാജാവും വീര നരസിംഹൻ, കൃഷ്ണദേവരായർ എന്നിവ തുളുവ വംശത്തിലെ രാജാക്കന്മാരായിരുന്നു. തിരുമല, വെങ്കിട എന്നിവർ അരവിട് വംശത്തിലെ രാജാക്കന്മാരാണ്. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. PSCയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വിജയനഗര സ്ഥാപകരാരാന്ന്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്നു. വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. 1509 മുതൽ 1529 വരെയാണ് കൃഷ്ണദേവരായരുടെ സമയം. അദ്ദേഹത്തെ കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകളിലേക്കാണ് ഇനി പോകുന്നത്. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ, ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തന്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നവനും ജീവിക്കുന്നവനും യാതൊരു തടസ്സവും ഇല്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. അപ്പൊ ബാർബോസ എന്ന് പറയുന്ന പോർച്ചുഗീസ് സഞ്ചാരി കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞതാണ് നമ്മൾ കേൾക്കുന്നത്. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിന്റെയും വികസനത്തിന്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരിക്കുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഇത് പഠിച്ചു വെക്കണം. 1336 ഹരിഹരനും ബുക്കനും കൂടിയാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇതൊക്കെ ഓക്കെ. അതുപോലെ തന്നെ 4 രാജവംശങ്ങളാണ് നമ്മളുടെ ഈ വിജയനഗര സാമ്രാജ്യം ഭരിച്ചത്. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗമ രാജവംശം, സാലുവ രാജവംശം, തുളുവ രാജവംശം, അരവിട് വംശം. ഇങ്ങനെ 4 രാജവംശങ്ങളാണ് എന്ത് ചെയ്തത് നമ്മുടെ വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. PSC ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, കൃഷ്ണദേവരായർ ഇതിൽ ഏത് രാജവംശത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് പഠിച്ചു വെക്കണം. ഹരിഹരനും ബുക്കനും വരുന്നത് സംഗമ രാജവംശത്തിൽപ്പെട്ടവരാണ്. അതുപോലെ നരസിംഹ സാലുവ രാജവംശത്തിൽപ്പെട്ടതും വീര നരസിംഹനും കൃഷ്ണദേവരായരും ഏതാണ് തുളുവ രാജവംശത്തിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ആയിരുന്നു ആര്? കൃഷ്ണദേവരായർ. അപ്പൊ അതുകൊണ്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ തുളുവ രാജവംശത്തിലാണ് കൃഷ്ണദേവരായർ വരുന്നത്. പിന്നെ 4ാമത്തെ രാജവംശമായ അരവിടു രാജവംശത്തിൽ വരുന്നതാണ് തിരുമലയും വെങ്കിടാവണ്ണും.
അതുപോലെ തന്നെ പോർച്ചുഗീസ് സഞ്ചാരിയായിരുന്ന ബാർബോസ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണദേവരായരുടെ കൃതി PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുള്ള അമുക്തമാല്യത എഴുതിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? കൃഷ്ണദേവരായരാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയാണ് ജാമ്പവതി കല്യാണം. അപ്പോൾ അറിയത്തില്ലാത്തവർ പഠിച്ചു വെച്ചോളൂ. അമുക്തമാല്യതയും ജാമ്പവതി കല്യാണവും ആരുടേതാണ്? കൃഷ്ണദേവരായരുടെ കൃതിയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് പറയുന്ന പണ്ഡിതൻ സദസ്സ് അലങ്കരിച്ചിരുന്നു, അല്ലെങ്കിൽ പണ്ഡിതന്മാർ കൃഷ്ണദേവരായരുടെ സദസ്യരായിരുന്നു. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. അഷ്ടദിഗ്ഗജങ്ങൾ ആരുടെയാണ്? അഷ്ടദിഗ്ഗജങ്ങൾ ആരുടേതാണ്? കൃഷ്ണദേവരായരുടെ സദസ്യരായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. രാജവംശങ്ങൾ പഠിക്കുക, ഹരിഹരനും ബുക്കനും ഏതിൽ വന്നു എന്ന് പഠിക്കുക, കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിലേതാണെന്ന് പഠിക്കുക. അതുപോലെ പോർച്ചുഗീസ് സഞ്ചാരിയായ ബാർബോസ് നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തെ പറ്റി പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ആ കോട്ട് പഠിച്ചേക്കുക. അമുക്തമാല്യതയും ജാമ്പവതി കല്യാണവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അഷ്ടദിഗ്ഗജങ്ങളും പഠിക്കേണ്ട ഭാഗമാണ്, നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം, പഠിച്ചിരിക്കണം. അടുത്തത് ഭരണ സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, അതായത് പ്രവിശ്യകൾ, നാടുകൾ എന്ന് പറഞ്ഞാൽ ജില്ലകൾ, സ്ഥലം എന്നാൽ ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. അപ്പൊ വിജയനഗര സാമ്രാജ്യത്തെ എന്താണ് 4 അതായത് മണ്ഡലങ്ങൾ, നാടുകൾ, സ്ഥലം, ഗ്രാമങ്ങൾ എന്നിങ്ങനെയാണ് വിഭജിച്ചത്. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭയുണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. പഠിക്കണം കേട്ടോ. നായകന്മാർ എന്ന് പറഞ്ഞാൽ നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓർത്തു വയ്ക്കുക, സൈനിക മേധാവി അമരനായകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടു. രാജാക്കന്മാർക്ക് ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു. ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിന്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുവാനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചത്. വേണമെങ്കിൽ ചോദിക്കാം, അമരനായക സംവിധാനമൊക്കെ എവിടെയാണ് നിലനിന്നിരുന്നതെന്ന്. എവിടാണ്? വേറെ പോലല്ല, വിജയനഗര സാമ്രാജ്യത്തിലാണല്ലേ. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കുവാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യത്വം നിലനിന്നിരുന്നു. ശൈശവ വിവാഹം, സതി സമ്പ്രദായം എന്നിവ കാണപ്പെട്ടിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ഡൊമിംഗോ പയസ് എന്ന് പറയുന്ന വിജയനഗരം സന്ദർശിച്ച ഒരു പോർച്ചുഗീസ് സഞ്ചാരിയുടെ വാക്കുകളാണിത്. വിജയനഗരത്തിന്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിന്റെ ചുറ്റുമുള്ള വരണ്ടുകിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിന്റെ കുത്തകയുണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി ഇവര് വ്യാപാരം നടന്നിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിര കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്നും അറിയപ്പെട്ടു.
കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്ന് ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇനി അവരുടെ സാംസ്കാരിക മേഖലയെ കുറിച്ച് നാം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കൂ, ഹസാര രാമക്ഷേത്രമാണ് ഹംപിയിലേത്. ഈ നിർമ്മിതിയാണെങ്കിൽ വിത്തല സ്വാമി ക്ഷേത്രമാണ് ഹംപിയിലേത്. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിന്റെയും സംരക്ഷകരായിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. ഈ ഗോപുരം ഒന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. വിരൂപാക്ഷ ക്ഷേത്ര ഹംപി കാണിക്കുന്നുണ്ട്, ലോട്ടസ് മഹൽ ഹംപി കാണിക്കുന്നുണ്ട്. സാഹിത്യ രംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഇക്കാലഘട്ടത്തിലാണ്. ഇത്രയും കാര്യങ്ങളോടെ ഈ ചാപ്റ്റർ തീരുവാണ് കേട്ടോ. വിജയനഗര സാമ്രാജ്യം നിലനിന്നിരുന്ന സമയത്തുണ്ടായ സാംസ്കാരിക പുരോഗതി, സാഹിത്യ പുരോഗതി എന്നിവയൊക്കെയാണ് അവസാന ഭാഗത്ത് ചർച്ച ചെയ്ത്. അതുപോലെ തന്നെ ഡൊമിംഗോ പയസിന്റെ അഭിപ്രായം നമ്മൾ കണ്ടു. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മുടെ എന്ത് തീർന്നു? SCERTയുടെ മധ്യകാല ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ കണ്ടു. മധ്യകാല ഇന്ത്യക്കകത്ത് സത്യം പറഞ്ഞാൽ ഇത് 7ാം ക്ലാസ്സിലെ പുസ്തകമായിട്ടായിരിക്കും, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം എന്താണ്, നമുക്ക് എക്സാമിനേഷന് ഉപകാരം ചെയ്യുന്ന രീതിയിലുള്ള ഫാക്റ്റ് അടങ്ങിയതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് ക്ലാസ് എടുത്ത് തന്നേക്കാം എന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇപ്രകാരം ക്ലാസ് പോകുന്ന ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതെയോ പുസ്തകം മാത്രം വെച്ച് വായിച്ചു പോകണോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ കോഴ്സിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് അറിയണമെങ്കിൽ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറില്ലേ 8086137962 അതിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ്. ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്, വേണ്ടവർക്ക് അതിലേക്ക് എൻക്വയറി നടത്താവുന്നതാണ്. അപ്പം VFAയുടെ കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പെയ്ഡ് ക്ലാസ് ആണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആരെങ്കിലും ചെയ്യണം. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബെസ്റ്റ് ക്ലാസ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്. അതേസമയം ലോ ഫീസും, ലോവസ്റ്റ് ഫീ ക്വാളിറ്റി, ഇതാണ് നമ്മൾ കൊടുക്കുന്ന കാര്യം. അപ്പോൾ വേണ്ടവർക്ക് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ 10th മെയിൻസിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്കറിയാം ലബോറട്ടറി അറ്റൻഡർ അല്ലെ, അതിപ്പം എക്സാം മെയിൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ, അതിൻ്റെയൊക്കെ പ്രിലിംസ് ഇപ്പോൾ നടന്നിരിക്കുക. അപ്പോൾ പ്രിലിംസിൽ നിങ്ങൾക്കൊരു 65 എബവ് മാർക്ക് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്.